ഇവിടെ റെഡ് എന്ന തടവുകാരനെ അച്ചടക്ക കമ്മിറ്റി വിലയിരുത്തുന്നു. 20 വർഷത്തെ ജീവപര്യന്തം തടവ് അനുഭവിച്ച റെഡ് പുനരധിവസിക്കപ്പെട്ട ആളാണെന്ന് സത്യം ചെയ്യുന്നു. പക്ഷേ അവർ എപ്പോഴത്തെയും പോലെ അദ്ദേഹത്തിന്റെ പരോളിന്റെ അപേക്ഷ നിരസിക്കുന്നു. തുടർന്ന് റെഡിനെ ജയിലിന്റെ മുറ്റത്തേക്ക് തിരിച്ചയക്കുന്നു. അവിടെ ഒരു കൂട്ടം തടവുകാർ അവനോട് ലഹരി വസ്തുക്കൾ ചോദിക്കുകയാണ്. അതായത് നിരോധിത വസ്തുക്കൾ ജയിലിലേക്ക് കടത്തുന്ന വ്യക്തിയാണ് റെഡ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. താമസിയാതെ ഒരു പുതിയ കൂട്ടം കുറ്റവാളികളെ ഈ ജയിലിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മറ്റ് തടവുകാരിൽ നിന്നും കിംവദന്തി കേൾക്കാൻ തുടങ്ങി. അവർ പുതുമുഖങ്ങളിൽ ആരെയാണ് ആദ്യം ഇടിച്ചു പൊളിക്കേണ്ടതെന്ന് പന്തയം വെക്കുകയാണ്. റെഡ് ആൻഡിയെ നോക്കുന്നു. കാഴ്ചയിൽ അവനൊരു ദുർബലനാണെന്ന് കണ്ട് അയാൾക്ക് അവനോട് വലിയ മതിപ്പൊന്നും തോന്നുന്നില്ല. ഇതാണ് വാർഡനായ നോട്ടൺ. അദ്ദേഹം പുതുമുഖങ്ങളോട് പറയുന്നു, ആദ്യത്തെ നിയമം കർത്താവിനെതിരെ അനാദരവ് കാണിക്കരുത് എന്നാണ്. മറ്റ് നിയമങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഒരു പുതുമുഖ കുറ്റവാളി എപ്പോൾ ഭക്ഷണം ലഭിക്കുമെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ ബൈറൻ അവനെ ചീത്ത പറയുകയും അടിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആ സംഘത്തെ നഗ്നരാക്കി നിർത്തി അവരുടെ സെല്ലിലേക്ക് അയക്കുന്നു. ലൈറ്റ് അണഞ്ഞു കഴിഞ്ഞാൽ പുതുമുഖങ്ങളിൽ ഒരാൾ കരയാൻ തുടങ്ങി. മറ്റ് തടവുകാർ അവനെ കളിയാക്കുകയും പതിവ് പോലെ പുതുമുഖങ്ങളെ എല്ലാം പരിഹസിക്കുകയും ചെയ്യുന്നു. ഹേവുഡ് ആ മനുഷ്യനെ കൂടുതൽ കഠിനമായി കളിയാക്കാൻ തുടങ്ങി. അതവനിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കി. തടവുകാർ കൈയടിക്കുകയും അവനെ അപമാനകരമായ വിളിപ്പേരുകൾ ഉച്ചത്തിൽ വിളിക്കുകയും ചെയ്യുന്നു. ഇത് പോലീസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. കരയുന്ന ആ മനുഷ്യൻ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ഈ ജയിലിൽ കിടക്കേണ്ട ആളല്ലെന്നും പറയുന്നു. അത് കേട്ടതും ബൈറന് ദേഷ്യം വന്നു. അവനെ സെല്ലിൽ നിന്നും പുറത്തെടുത്ത് മർദ്ദിച്ചു. ഇത്രയൊക്കെ സംഭവങ്ങൾ നടത്തിയിട്ടും രാത്രി മുഴുവൻ ആൻഡി ഒരു ശബ്ദവും പുറപ്പെടുവിക്കുന്നില്ലെന്ന് റെഡ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ഡൈനിങ് ഹാളിൽ എല്ലാവരും തന്നെ നോക്കുന്നത് ആൻഡി കാണുകയാണ്. അതിനാൽ അവൻ ഒറ്റയ്ക്കിരിക്കാൻ തീരുമാനിക്കുന്നു. ഭക്ഷണത്തിൽ ഒരു പുഴുവിനെ കണ്ടെത്തുന്നു. അത് കണ്ട് അയാൾക്ക് അതിനോട് വെറുപ്പ് തോന്നുന്നു. പക്ഷേ ബ്രൂക്സ് തന്റെ സ്വെറ്ററിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചിരിക്കുന്ന കുഞ്ഞു പക്ഷിക്ക് ഭക്ഷണം നൽകാൻ അത് അവനിൽ നിന്നും എടുക്കുകയാണ്. അതേസമയം ഇന്നലെ രാത്രി ആ മനുഷ്യനെ കരയിപ്പിച്ച് പന്തയത്തിൽ വിജയിച്ചതിനാൽ ഹേവുഡ് തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് സിഗരറ്റുകൾ ശേഖരിക്കുന്നു. ആൻഡി സംഭാഷണത്തിൽ പങ്കുചേരാൻ ശ്രമിക്കുമ്പോൾ ഹേവുഡ് അവന്റെ വായടപ്പിക്കുകയാണ്. പിന്നീട് കുളിക്കുന്നതിനിടെ